ദേവദാസൻ ജോസഫ് കണ്ടത്തിലച്ചനാൽ സ്ഥാപിതമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സഭയിലെ സിസ്റ്റർ പ്രീതിയുടെയും സിസ്റ്റർ വന്ദനയുടെയും സഭയിൽ നിന്നും വന്ന സിസ്റ്ററാണ് ഞാൻ. നിങ്ങളുടെ ഈ പിന്തുണയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ ASMI സഭയുടെ സ്നേഹത്തിൽ നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയാർന്ന നന്ദിയും വിശ്വാസത്തിലാർന്ന നന്ദിയും ആദ്യമായി തന്നെ നേർന്നുകൊള്ളട്ടെ. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. വളരെ പ്രത്യേകമായി നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി. 1942കളിൽ ചേർത്തലയിലെ കുഷ്ഠരോഗികൾ നിറഞ്ഞു നിന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കാനാണ് ഈ സഭ ദേവദാസൻ ജോസഫ് കണ്ടത്തിലച്ചൻ എന്ന ഒരു യുവ വൈദികൻ ആരംഭിച്ചത്. ആ അച്ഛൻ്റെ ചൈതന്യം കുഷ്ഠരോഗികളിൽ കണ്ട ദർശിച്ച കരുണാർദ്ര സ്നേഹത്തിൻ്റെ ക്രിസ്തുവിനെ ദർശിച്ച അതേ സിദ്ധി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് 1951കളിൽ തന്നെ നടന്നു നീങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെയും അധികം പുരോഗമനം അവിടെ വന്നിട്ടൊന്നുമില്ല. പട്ടണ പ്രദേശങ്ങളിലല്ല ഞങ്ങൾ സേവനം ചെയ്യുന്നത്. കൂടുതലും ഇപ്പോൾ കേട്ട നാരായണപൂർ എന്ന് പറയുന്ന സ്ഥലം വളരെ ഉൾനാടൻ പ്രദേശമാണ്. വണ്ടിയോ അതുപോലെ മറ്റ് സൗകര്യങ്ങളോ ഇതുവരെ വന്നെത്താത്ത ഒരു സ്ഥലം. അവിടെയായിരുന്നു ഈ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സേവനം അനുഷ്ഠിച്ചു വന്നത്. അവരുടെ അടുത്തേക്കാണ് തൊഴിൽ തേടിയെത്തിയ ഈ മക്കളെ തൊഴിൽ കൊടുക്കുന്നതിനായി കൊണ്ടുപോയത്. ഞാനിനി പറയുന്നതൊന്നും ആവർത്തിക്കുന്നില്ല. 2 കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മുടെ രാജ്യമാണ്. ഞങ്ങൾ ഓരോ സന്യസ്തരും വൈദികരും ക്രൈസ്തവരും ഭാരതീയ മക്കളാണ്. ഈ മണ്ണിലാണ് ഞങ്ങൾ ജനിച്ചു വീണത്. ഇന്ത്യൻ പൗരത്വം അനുസരിച്ച് നമുക്കൊറ്റ ഇന്ത്യൻ പൗരത്വമേ ഉള്ളൂ. ആ പൗരത്വം അനുസരിച്ച് ഇന്ത്യയുടെ ഏത് കോണിലും സഞ്ചരിക്കുവാനും ജീവിക്കുവാനും ജോലി ചെയ്യുവാനും സേവനമനുഷ്ഠിക്കുവാനും നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. മൗലിക അവകാശമായ മതേതരത്വം ഞാനിനി പറയണ്ട, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അതറിയുകയുണ്ടായി. മറ്റൊരു കാര്യം, നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഒരു ന്യായനീതി പീഠമാണ് ഇന്ത്യക്കുള്ളതെന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. തങ്കലിപികളിൽ എഴുതിയ ഈ നീതിന്യായ പീഠം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന ഒരു ചിന്ത നമുക്ക് നൽകുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. വൈകിയവേളയാണ്, ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ആത്മായരായ പൊന്നുമക്കളെ, വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കൊല്ലം രൂപതയിലെ എല്ലാ മക്കൾക്കും ആവട്ടെ എന്ന് സന്യസ്തരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഒരു ചേട് തടിക്കുമ്പോൾ മറ്റൊരു ചേട് കാണിച്ചു കൊടുക്കാനാണ്. ക്രിസ്തുവിനെ പീഡിപ്പിച്ച് ക്രിസ്തു പീഡനങ്ങൾ ഏറ്റ് കുരിശുമരണത്തിന് വിധേയപ്പെട്ട് മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വേണ്ടിയാണ് ഇന്നും നമ്മൾ പീഡകൾ സഹിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തോട് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സന്യസ്തരായ എൻ്റെ സഹോദരിമാരെ, വൈദികരെ, സന്യസ്തരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വൈദികരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഞാനിവിടെ കണ്ടു. അവരോടെല്ലാം ഞാൻ പറയുകയാണ്, ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി സ്വന്തം മാതാപിതാക്കളെയോ സഹോദരന്മാരെയോ ഭവനത്തെയോ വയലുകളെയോ ജോലികളെയോ നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മോട് പറയുന്നു 100 ഇരട്ടിയായി ഭവനങ്ങളെയും
സിസ്റ്ററും വന്ദന സിസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിലായപ്പോൾ കേരളം ഒന്നാകെ കൂടെ നിന്നത് ഞങ്ങളുടെ മാതാപിതാക്കളായതുകൊണ്ടല്ലേ, ഞങ്ങളുടെ സഹോദരങ്ങളായതുകൊണ്ടല്ലേ? നിങ്ങളെല്ലാ കൂലിയും വേലയും മറന്ന് രാഷ്ട്രീയ നേതാക്കൾ ഒരു വർഗീയ ചിന്തയില്ലാതെ നമുക്ക് വേണ്ടി കൂടെ നിന്നത് സുവിശേഷത്തിൽ പറഞ്ഞ ഈ വാക്യങ്ങളല്ലേ മക്കളെ? അതുകൊണ്ട് ഭാരതീയരായി നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങളെ താഴ്ത്തിയിടാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും ക്രിസ്തു അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വാചനമുണ്ട്, പീഡനങ്ങളാണ് കാത്തിരിക്കുന്നത്, എന്നാൽ അവസാനം നിങ്ങൾക്ക് നിത്യരക്ഷ നൽകും. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നടക്കുവാൻ നമ്മെ ദൈവം പ്രാപ്തരാക്കട്ടെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെ തളർത്തരുത്. കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകുവാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. അവർ നമ്മളെ പീഡിപ്പിക്കുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, ഭാരതീയ ജനമേ, ഞങ്ങളുടെ കരങ്ങൾ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ ഇനിയും ഉയർത്തും. ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും. ഞങ്ങൾ തളർന്ന് പിന്നോട്ട് പോവില്ല. ഞങ്ങളെ ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹിക്കുക, അവസാനം വരെ സ്നേഹിക്കുക. തങ്കലിപികളിൽ ഭരണഘടനയിലുണ്ട് സ്വാർത്ഥത്തിന്റെ മുഖമുദ്ര. എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഏത് വസ്ത്രം ധരിക്കുവാനും, ഏത് ഭാഷ സംസാരിക്കുവാനും, എന്ത് പഠിപ്പിക്കുവാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം, ഏത് ഭക്ഷണം കഴിക്കുവാനും എവിടെ സഞ്ചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു തരുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് സന്യസ്തരായ മക്കളെ, വന്യവൈദികരെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഈ ഭാരതീയ മക്കളായ ക്രൈസ്തവരെ, നിങ്ങൾ തളരരുത്. നമുക്കൊന്നിച്ചു മുന്നേറാം. ഒരു മതേതര രാഷ്ട്രം, ഒരു സമാധാനപരമായ രാഷ്ട്രം, ഒരു സ്നേഹത്തിൻ്റെ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ, ഭാരതീയ മക്കളെ ചേർത്ത് നിർത്തുവാൻ നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ നന്ദിയും കൃപയും പ്രാർത്ഥനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.